ഓഫ് കോഴ്സ് ഇതൊരു ദുരന്ത വീഡിയോ ആയിരിക്കും. അതെ 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 അതെ, ഞാൻ ദുരന്തേട്ടൻ എന്നാണല്ലോ എൻ്റെ നാട്ടിലെ വിളിപ്പേര്. ഓക്കെ, ദുരന്തേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതെ അതെ, കളക്ടർ ബ്രോ ആയിട്ട് ചാർത്തി തന്ന പേരാണ്. ഓക്കെ, കളക്ടർ ബ്രോ വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു ദിവസം. അതെ, അദ്ദേഹം കുറേ നാളായി ട്രസ്റ്റിലാണല്ലോ. അതെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം ഓൾറെഡി പറയുന്നുണ്ട്, പലതും വെട്ടി തുറന്ന് പറയുന്നത് കൊണ്ടാണല്ലോ ഈ ഒരു റെസ്റ്റിലേക്ക് എത്തിയത്. യെസ്, അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. എറണാകുളത്തേക്ക് വരുമ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ദുരന്ത കഥകളിലേക്ക് തന്നെ വരാം. ദുരന്ത കഥകൾ എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദുരന്ത കഥകൾ തന്നെയാണ്. അപ്പോൾ അവസാനമായിട്ട് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ട്രൈങ് ടു റിക്കോൾ ദ ലാസ്റ്റ് ക്രൈസിസ് ഞാൻ മാനേജ് ചെയ്ത് യുക്രൈനിലെ കോൺഫ്ലിക്റ്റ് ആണ് 2022. അതിൻ്റെ തുടക്കത്തിൽ വാസ്തവത്തിൽ അത് അതിൻ്റെ ഡീറ്റെയിൽ കോൺഫ്ലിക്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറിയിരുന്നു. പക്ഷേ ആ കോൺഫ്ലിക്റ്റിൻ്റെ തുടക്കത്തിൽ അവിടെ ഉണ്ടായ വിഷയങ്ങൾ ഇപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അത് അവിടുത്തെ തണ്ണീർത്തടങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അവിടെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ബോംബ് കിടക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യുക്രൈനിൽ ഞങ്ങൾ ഫൈനലായിട്ട് മാനേജ് ചെയ്തത്. യുക്രൈനിലെ കോൺഫ്ലിക്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ളൊരു അസസ്മെൻ്റ് അവിടെ നടത്താനുള്ളൊരു സമയമായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ നടന്ന കോൺഫ്ലിക്റ്റ് പോലും അതിൽ പല ഇതുണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യരിൽ ധാരാളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ മാത്രമല്ല മറ്റുള്ള പരിസ്ഥിതി വിഷയങ്ങളിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള പഠനമായിരുന്നു ലാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഉക്രൈൻ എന്ന് പറയുമ്പം നമുക്കറിയാം, ഉക്രൈനും റഷ്യയുമായിട്ടുള്ളൊരു പ്രോബ്ലം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും പിന്നീട് ഈ പറഞ്ഞ പോലെ പല സംഭവങ്ങളും നടന്നു. ഈ പലസ്തീൻ ഗാസ വിഷയത്തിൽ, അതായത് ഈ ഇസ്രായേൽ വിഷയത്തിൽ ശരിക്കും UN-ൻ്റെ ഇടപെടലുകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ പാലസ്റ്റൈനിൽ 2005 മുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, 2005 ഇപ്പോൾ നമ്മൾ പറയുന്ന ഗാസ സ്ട്രിപ്പ്. ഇപ്പോൾ മിക്കവാറും ആളുകൾക്ക് ഗാസ സ്ട്രിപ്പ് പരിചിതമാണ്. പക്ഷേ 2005 വരെ ഗാസയിലും ഇസ്രായേലിൻ്റെ ചെറിയ കോളനികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാലസ്റ്റീൻ എന്ന് പറയുന്നത് 2 ഭാഗമായിട്ടാണ് കിടക്കുന്നത്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജോർഡാനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇത് തമ്മിൽ പരസ്പരമായിട്ട് കണക്ഷൻ ഇല്ല. പാലസ്റ്റീൻ 2 പീസായിട്ടാണ് കിടക്കുന്നത്. കൂടാതെ ഈസ്റ്റേൺ ജെറുസലം അവരുടെ ജെറുസലമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയും കിടക്കുന്നു. അങ്ങനെ 3 പീസ് കൂടിയതാണ് പാലസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2005 വരെ ഈ ഗാസയുടെ നടുക്കും ഇസ്രായേലിൻ്റെ കോളനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2005 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഏരിയൽ ഷാരോൺ ഈ കോളനികൾ അവിടെ നിന്ന് മാറ്റാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ആ കോളനികൾ അവിടെ നിന്ന് മാറ്റി അവിടെയുള്ള മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ച് നിരത്തിയതിന് ശേഷമാണ് ആ സ്ഥലം പലസ്തീനിയൻ ആയിട്ടുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നത്. അത് പലസ്തീൻ്റെ കൂടി ആഗ്രഹമായിരുന്നു. അതായത് ഒരു വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ലിവിങ് അവിടെ ഉണ്ടാകുക, അതിൽ ആളുകൾ പോയി താമസിച്ചാൽ ഒരു പാലസ്റ്റീനിയൻ എലീറ്റ് തന്നെ ഉണ്ടാകുമെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സ്ഥലങ്ങൾ വാസയോഗ്യമാണോ, അതുണ്ടാക്കിയ ഖരമാലിന്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും തുടങ്ങിയ വിഷയങ്ങളാണ് അന്ന് 2005 ഞങ്ങൾ കൈകാര്യം ചെയ്ത്. അന്ന് 2005 അതിനെപ്പറ്റിയൊരു റിപ്പോർട്ട് ഞാനാണ് സ്റ്റഡി ലീഡ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം വളരെ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. എനിക്കൊന്ന് ലാസ്റ്റ് പോയത് കോവിഡിന് തൊട്ട് മുമ്പ് 2019 സ്റ്റഡിക്കാണ് പോയത്. 2008-09 സമയത്ത് അവിടെ ഇതുപോലൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് എസ്കലേഷൻ ഉണ്ടായി. ഇസ്രായേലിൻ്റെ ഗ്രൗണ്ട് ഫോഴ്സ് അങ്ങോട്ട് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റുള്ള തരത്തിലുള്ള എയർഫോഴ്സിൻ്റെ അറ്റാക്ക് എല്ലാം ഉണ്ടായി. അവിടുത്തെ പല മാലിന്യ സംസ്കരണ സ്ഥാപനങ്ങളും നശിച്ചു. അവിടുത്തെ കൃഷിയിൽ ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായി. കെട്ടിടങ്ങളിൽ ഒരുപാട് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ 2008-09 അവിടെ പോകുന്നത്. അന്ന് ഞങ്ങളുടെ പഠനത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു അതായത് നാശനഷ്ടങ്ങൾ പ്രത്യക്ഷമായിട്ടുള്ളതും കൂടാതെ ഗാസയിലെ കുടിവെള്ളം ഏതാണ്ട് ഇല്ലാതാവുകയാണെന്നുള്ളൊരു കൺക്ലൂഷൻ അന്ന് ഞങ്ങൾ നടത്തിയിരുന്നു. അതായത് കടലിനോട് തൊട്ടടുത്ത പ്രദേശമാണ്, പക്ഷേ ശുദ്ധജലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗാസയിൽ ആളുകളുണ്ടായിരുന്നത്. പക്ഷേ ആളുകളുടെ എണ്ണം കൂടുകയും
വെള്ളത്തിൻ്റെ എക്സ്ട്രാക്ഷൻ കൂടുകയും ചെയ്യുമ്പോൾ സോൾട്ട് വാട്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ശുദ്ധജലം അവിടെ ഇല്ല, അവിടെ തീരെ മഴയില്ലാത്ത പ്രദേശമാണ്. ആണല്ലേ? അതെ. അപ്പോൾ എങ്ങനെയാണ് ഈ ശുദ്ധജല പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഖരമാലിന്യം കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് 2 മില്യൺ ആളുകളുടെ സുവേജ് കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകി. അതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയനും ജപ്പാനും ജർമ്മനിയും എല്ലാം സപ്പോർട്ട് ചെയ്ത് അവിടെ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടായി. നമുക്ക് വാസ്തവത്തിൽ അതിശയം തോന്നും, ഇന്ന് കേരളത്തിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഫെസിലിറ്റീസാണ് അന്ന് സോളിഡ് വേസ്റ്റിനും ലിക്വിഡ് വേസ്റ്റിനും വേണ്ടി അവിടെ ഉണ്ടായത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഇപ്പോൾ അറിയാമല്ലോ 2023 മുതൽ 25 വരെ വലിയൊരു സംഘർഷം അവിടെ നടന്നു. ഇപ്പോൾ ഏതാണ്ട് അതിനൊരു ശമനമായിട്ടുണ്ട്. ഇന്നിപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ 20 പോയിന്റ് പ്ലാൻ എഗ്രി ചെയ്തു എന്ന് പറയുന്നു. ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വരുന്നു. നിർഭാഗ്യവശാൽ ആ ഒരു പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ് ആക്റ്റീവായിരുന്ന സമയത്ത് UN പരമാവധി എയ്ഡ് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ റോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല നിർഭാഗ്യവശാൽ.